ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം. പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിക്കാരുടെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരും കള്ളു കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വളർന്നു കൊടുത്തു. ഇവർ ഇച്ചിരി മാത്രം എഴുതലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. അതുപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള്. ഈ പറയുന്ന എലിസബത്തിനെ ആ പുള്ളിക്കാരി വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം 1-3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ. പലരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഓരോന്നും അമർത്തേക്ക് വരാം. ഇയാൾ മുമ്പ് അവർ വെട്ടാനും ചെന്നിട്ടുണ്ട്. നാളെ അവരുടെ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. എന്റെ ചേച്ചിയുടെ മുമ്പിൽ എപ്പോൾ എങ്ങനെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയൂ, അയാൾ മുമ്പ് തീർക്കണം അറിയൂ. എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്.